ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പോൾ ഇതെന്താണ് ഞാൻ ഈ കാണിക്കുന്നതെന്ന് എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായോ? ഇത് പൊട്ടറ്റോ വറുത്താണ് കേട്ടോ, ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചായക്കടി ഉണ്ടായില്ല, അപ്പം ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്. ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നൈസായിട്ട് അരിഞ്ഞ് വറുത്തതാണ് കേട്ടോ. ഓക്കേ, എന്നിട്ട് പിന്നീട് അതിലേക്ക് നൈസായിട്ട് ഉപ്പ് പൊടി ഇതായിട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി അപ്പം തന്നെ ഇട്ടില്ല, വറുത്ത് കോരി ഇങ്ങനെ എണ്ണ പോകാൻ വെച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു, ഒന്ന് കൂട്ടി ഇങ്ങനെ ഇതാക്കിയെടുത്തു. സാധാരണഗതിയിൽ ഇങ്ങനെ അലുത്ത പോലെ ഇരിക്കാറ്, അതായത് അത്ര ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കാറില്ല. പക്ഷേ ഇതിപ്പോൾ അത്യാവശ്യം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് കുടഞ്ഞെടുക്കുക. മുളക് പൊടി എല്ലായിടത്തേക്കും മിക്സ് ആവാൻ വേണ്ടി അതൊന്ന് ഷെയ്ക്ക് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മുളക് പൊടിയും പിടിക്കും. പിന്നെ നല്ല നാച്ചുറലിയുള്ള ടേസ്റ്റ്. നമ്മുടെ വീട്ടിലൊക്കെ വെളിച്ചെണ്ണയാണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണയിൽ വറുക്കുമ്പോൾ അതിൻ്റേതായ രുചി ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ മിക്കപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് കാണുന്നത് നമ്മുടെ വീടാണ് കേട്ടോ. ഇത് നമ്മുടെ വീട് ഇങ്ങനത്തെ ഭിത്തിയൊക്കെയാണ്. അപ്പോൾ വീട്ടിൽ നമ്മുടെ ബെഡിൽ വന്നിട്ട് ഒരു കുട്ടൻ വന്ന് കിടക്കുവാണ്. നമ്മുടെ വീട്ടിലെ കുട്ടൻ തന്നെ, നമ്മുടെ കുഞ്ഞൂസ് കുട്ടൻ തന്നെ കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വീഡിയോയിൽ പണ്ടത്തെ ഒരു വീഡിയോ ആഡ് ആയേക്കണേ. എൻ്റെ പാറുമ്മ 2-ലോ 1-ലാണോ 2-ലാണോ എന്നുള്ളത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. നമ്മുടെ വീട്ടിൽ അപ്പം ഉണ്ടായിരുന്ന ഒരു പൂച്ചയാണ്, അതിനെ കൊഞ്ചിച്ചുകൊണ്ട് സ്കൂളിൽ പോകാൻ നിൽക്കുന്നതാണ് കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും വാടകയ്ക്ക് താമസിച്ച വീടാണ് കേട്ടോ അത്. ഇവിടെ വെച്ച് തന്നെ അച്ഛൻ മരിച്ചത്. അപ്പോൾ ആ വീട് ആ ഓർമ്മയാണ്. അപ്പോൾ ആ വീഡിയോ ഇതിൻ്റെ കൂടെ ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. മഴക്കാലമായിരിക്കും, അതുകൊണ്ട് തുണികളൊക്കെ അകത്ത് ഇങ്ങനെ കസേരയിലൊക്കെ വെക്കുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ, ഇരുമന സ്കൂളിൽ എൻ്റെ മോളിപ്പോൾ പഠിക്കുന്നു. ഞങ്ങളൊക്കെ പഠിച്ചതും അവിടെയാണ്. അപ്പോൾ എൻ്റെ മോൾ അവിടെയാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ PTA ഞാൻ അംഗമാണ്. അപ്പോൾ ആനിവേഴ്സറി വന്നപ്പോൾ PTA അമ്മമാരും ടീച്ചേഴ്സും കൂടെ ഒരു ഡാൻസ് കളിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഡാൻസ് നമ്മുടെ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനും സൗണ്ട് കൊടുക്കാത്തത് കോപ്പിറൈറ്റ് വരുന്നതിനാലാണ്. അപ്പോൾ ഇതിലൊരാളെ ആ ടീച്ചറുള്ളൂ. ടീച്ചേഴ്സ് 4 പേരുണ്ടായിരുന്നു മൊത്തത്തിൽ. പക്ഷേ ഇതിലിപ്പോൾ ഈ നീല അറ്റത്ത് നിൽക്കുന്ന മാത്രമേ ടീച്ചറുള്ളൂ. ബാക്കി ടീച്ചേഴ്സ് കളിക്കാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വീഡിയോ പിടിച്ചപ്പോൾ ഞങ്ങൾ ഇത്രയും പേരേ ഉണ്ടായുള്ളൂ. ബാക്കി ഞങ്ങളൊക്കെ പാരൻസാണ്. അപ്പോൾ ഞങ്ങൾ ആ ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ, പ്രാക്ടീസ് ചെയ്യുകയാണ്. അതാണ് കാണുന്നത്. ഞാനും പാറുമ്മയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയായ ദീപയുമാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. ഇപ്പറേ ഈ അറ്റത്ത് നിൽക്കുന്ന ടീച്ചറാണ്. അപ്പോൾ ഞങ്ങൾ കുഴപ്പമില്ലാതെ തന്നെ ആ വീഡിയോ നമ്മുടെ ആനിവേഴ്സറിക്ക് ആ ഡാൻസ് കളിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. അത് സന്തോഷം, ഒരുപാട് സന്തോഷമായി അങ്ങനെ കളിക്കാൻ പറ്റിയതിലൊക്കെ ടീച്ചേഴ്സിൻ്റെ കൂടെ. ഞാൻ ഇത്രയും നാളായിട്ടും എനിക്ക് തോന്നുന്നു ഞാനവിടെ പഠിച്ചിട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇരുമൽ സ്കൂളിൽ കളിച്ചിട്ടുണ്ടാവാം, എങ്കിലും എനിക്കങ്ങനെ അങ്ങോട്ട് നാടകം കളിച്ചിട്ടുണ്ട്, പക്ഷെ ഡാൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെറിയ സംശയമുണ്ട്. ചെയ്യാൻ പറ്റിയതിലും ഇങ്ങനെ പ്രാക്ടീസിന് പോയി ടീച്ചേഴ്സൊക്കെ ആയിട്ട് സന്തോഷം, പാരൻസൊക്കെ ആയിട്ട് സന്തോഷമായി. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇത് പാറുമോളും എൻ്റെ മോളൂസും പാറുമ്മയുടെ കൂട്ടുകാരിയും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് കേട്ടോ ഡാൻസ്. അവർ കഥക്കാണ് കളിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഇരുമന സ്കൂളിലെ തീം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ സംസ്ഥാനങ്ങളുടെയും നൃത്തരൂപങ്ങളാണ് ചെയ്യേണ്ടത്. ടീച്ചേഴ്സ് ഉൾപ്പെടെ പാരൻസ് ഉൾപ്പെടെ അങ്ങനത്തെയാണ് എടുത്തത്. ഞങ്ങൾ ഗർബ ഡാൻസാണ് എടുത്തിരുന്നത് കേട്ടോ. ഞങ്ങൾ PTA എടുത്തത് ഗർബ ഡാൻസ് ഗുജറാത്തിലെ, ഇവരെടുത്തത് കഥക്കാണ് UP ഉത്തർപ്രദേശിലെ കഥക്ക് ഒരു പ്രാക്ടീസ് ചെയ്തു. കഥക്ക് പഠിച്ചിട്ടൊന്നുമല്ല, എന്നാൽ അവർ യൂട്യൂബ് നോക്കി കളിച്ച് അതൊരു സന്തോഷമായി. എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കളിക്കാൻ പറ്റിയതിലും എൻ്റെ മോളൊക്കെ കളിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഓക്കെ, സന്തോഷം. ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ പാർട്ടി ഓഫീസിലേക്ക് പ്രാക്ടീസിന് പോകുമായിരുന്നു. ആ സമയത്ത് വഴിയിലൊരു അമ്മ ഇരുന്ന് കൈ നീട്ടിയപ്പോൾ എനിക്ക് വിഷമമായി. അപ്പോൾ എൻ്റെ കയ്യിൽ അക്കൗണ്ടിലെങ്ങാണ്ട് 100-100 ചില്ലം രൂപയുണ്ടായി, കയ്യിലെങ്ങാണ്ട് വണ്ടിക്കാശുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാനൊരു നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു,
കടയിൽ നിന്ന് അതിൽ നിന്ന് ഒരു 50 രൂപയുടെ, നാളെ എന്തുണ്ടാവും എൻ്റെ കയ്യിലൊന്നും ചിന്തയൊന്നുമില്ല, ഒരു 50 രൂപയുടെ ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. വേറൊന്നുമല്ല, ചിക്കൻ പപ്സും ഒരു പാർലേജി ബിസ്ക്കറ്റ്, 25 രൂപയുടെ പാർലേജിയും 25 രൂപയുടെ ചിക്കൻ പപ്സും. അത് കണക്ക് പറഞ്ഞല്ല. അപ്പോൾ ആ അമ്മയ്ക്ക് ഒരു നേരത്തെ ഒരു വിശപ്പടക്കാനായല്ലോ. ചിലപ്പോൾ വിശപ്പിനാണോ ഇരുന്ന് കൈ നീട്ടുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. സമയത്ത് തന്നെ അത് പുഞ്ചിരിച്ച് കൈ നീട്ടിയിരിക്കുമായിരുന്നു. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അതിനൊരുപാട് സന്തോഷമായിട്ടോ. അപ്പോൾ പല വീഡിയോസാണ് ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. പല സമയത്തുള്ള പല വീഡിയോസ്. ഇതെന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജില്ലാ സമ്മേളനത്തിന് പോയിട്ടോ എറണാകുളത്ത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിന് പോണ വഴി നമ്മൾ പോയത് തോപ്പുംപടിയിലായിരുന്നു അതിൻ്റെ ജില്ലാ സമ്മേളനം. തോപ്പുംപടിയല്ലേ, അത് തന്നെ. ഓക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉള്ള വഴിയാണ്. ആക്ച്വലി ഏതാണ് ഇത്, ഗോശ്രീ പാലാണോ ഇതാണോ എന്നൊന്നും എനിക്കൊരു പിടുത്തവും ഇല്ല. നല്ല രസമായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഈ പടിഞ്ഞാറ് എറണാകുളം കൊച്ചി ഭാഗത്തോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, മണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെയൊക്കെ ഈ എന്താ പറയുക, കുറച്ച് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയ ആയിട്ടൊക്കെ നമുക്ക് തോന്നും. കൂടുതൽ പൊടിപടലങ്ങൾ, വേസ്റ്റ് മെറ്റീരിയൽസ്. പിന്നെ പക്ഷേ എന്നിരുന്നാലും എനിക്ക് എന്താണെന്നറിയാൻ പാടില്ല, ഭയങ്കര ഇഷ്ടമാണ് ഈ ഭാഗത്തോട്ട് വരുന്നത്. മീനൊക്കെ കൂടുതൽ ഉണ്ടാവുന്ന ഏരിയ ആയിരിക്കും, കുറച്ച് താഴ്ന്ന പ്രദേശമായിരിക്കും, കൂടുതൽ കായലും മേ ബി കടലും ഒക്കെ നമുക്ക് കാണാനായിട്ടുള്ള പറ്റുന്ന സ്ഥലങ്ങളാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. കുറച്ചും കൂടെ വൃക്ഷലതാദികൾ കുറവാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടമാണ് ഇങ്ങോട്ട് വരുന്നത്. എനിക്കറിയില്ല എന്താണെന്നോ, എറണാകുളത്തേക്ക് കൊച്ചി ഏരിയയ്ക്ക് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഞങ്ങളിപ്പോൾ ഒരു മീഡിയം അർബൻ ഏരിയയിൽ താമസിക്കുന്നത്, അതായത് തൃപ്പൂണിത്തുറ അർബൻ ഗ്രാമമെന്ന് പറയാൻ പറ്റില്ല, അർബൻ ഏരിയ, ഒരു എല്ലാം കൂടെ മിക്സായിട്ട് സിറ്റിയും സിറ്റി ചെറിയ സിറ്റികൾ, എന്നാൽ അത്യാവശ്യം ചെറിയ ഇടഭാഗത്തുള്ള വീടുകൾ, വലിയ വീടുകളുണ്ട്, എന്നാലും നമ്മുടെ ഉൾവലിഞ്ഞ വീടുകൾ, മീൻസ് ഗ്രാമീണമായ വീടുകളിൽ പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ള വീടുകൾ നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ കിഴക്കല്ല കുറേ പടിഞ്ഞാറും അല്ലാത്ത ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരാണ് തൃപ്പൂണിത്തുറക്കാർ. ഞങ്ങൾ താമസിക്കുന്നത് കൃഷി സ്ഥലങ്ങളൊക്കെ നമുക്ക് കുറവാണ്. കിഴക്കോട്ട് പോകുമ്പോൾ, അതായത് മൂവാറ്റുപുഴ, കോലഞ്ചേരി, അങ്ങനെ കുറേ കിഴക്കോട്ട് പോകുന്തോറും തിരുവാങ്കുളത്തിനപ്പുറത്തേക്ക് തന്നെ പോകുമ്പോൾ, ഇതൊക്കെ ഇവിടെ എറണാകുളം ജില്ല അറിയുന്ന ആൾക്കാരാണ് ഇതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. പറഞ്ഞു അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ആൾക്കാർക്ക് കുറച്ചും കൂടെ പറമ്പുകളും കാര്യങ്ങളും, വീട്ടിൽ തന്നെ കൃഷികളൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും. ഒരാൾക്ക് തന്നെ കുറേ എസ്റ്റേറ്റും പറമ്പൊക്കെ ഉണ്ടാവും. അതിലൊക്കെ പല കൈതച്ചക്ക, അല്ല പൈനാപ്പിൾ, അങ്ങനെ കുറേ എല്ലാ തരത്തിലുള്ള റബ്ബർ, അങ്ങനെ എല്ലാ തരത്തിലുള്ള. പക്ഷേ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ, കൊച്ചി ഏരിയയിട്ട് പോകുമ്പോൾ കൃഷി കാര്യങ്ങൾ കാണാനേ സാധിക്കില്ല. ഇതുപോലെ കണ്ടൽ കാടുകൾ, വനങ്ങൾ, ഇതുപോലെ കുറച്ച് പൊല്യൂട്ടഡ് കുറേ ഏരിയയാണ്, പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയയാണ് കാണാൻ പറ്റുന്നത്. സ്ഥലങ്ങളായിട്ട് തോന്നി. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കുറച്ച് വ്യവസായങ്ങൾ ഈ എറണാകുളം പടിഞ്ഞാറ് ഭാഗത്ത് ഈ തോപ്പുംപടി ആയാലും ഫോർട്ട് കൊച്ചി ആയാലും എന്താ പറയുക, വരാപ്പുഴ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ മോഡേണൈസ്ഡായിട്ട് തോന്നും നമുക്ക്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന വണ്ടി നമ്മളെ കൊണ്ടുപോവാണ് കേട്ടോ. സമ്മേളനത്തിന് നമുക്ക് വണ്ടിയുണ്ട്, ആ വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോയത്. അപ്പോൾ ആ സമ്മേളനം എന്ന് പറയുമ്പോൾ വലിയ നമ്മുടെ മന്ത്രിയായ ശൈലജ മേഡം വരുന്ന വേദിയായിരുന്നു അത് സ്ത്രീപക്ഷ രാഷ്ട്രീയം, അതായത് DYFIയുടെ ജില്ലാ സമ്മേളനം തന്നെയാണ്. അതിൻ്റെ സെമിനാറായിരുന്നു അത്. സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് മുൻഗണനയും സ്ത്രീകളെ പല ചെറുത്ത് നിൽപ്പിന് ധൈര്യം കൊടുക്കുന്ന തരത്തിലുള്ള വാക്കുകളായിരുന്നു ശൈലജ മേഡത്തിൻ്റെ. വളരെ നല്ല രീതിക്കുള്ള വീഡിയോ ആണ്, പ്രസംഗമായിരുന്നു ശൈലജ മാമിൻ്റെ. ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് പോകുന്നുണ്ട്, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മുതൽക്കൂട്ട്, അവർക്കൊക്കെ കുറേ പേര് അത് ചെറുത്ത് നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്.
ഇപ്പോൾ ഭർതൃപീഡനം അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഭർതൃവീട്ടിലെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പീഡനങ്ങൾ സഹിച്ച് നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളെ ഇറക്കി വിട്ടെടുത്ത് നമ്മൾ വലിഞ്ഞേറി നിൽക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അപ്പം ഞാനും പ്രേമചേച്ചി അടുത്തായിരിക്കണം. ഞങ്ങൾ നാടകത്തിലുണ്ടായിരുന്നു. പ്രേമചേച്ചി ഓൾ ഓവർ ദ നാടകം ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ. വളരെയധികം നല്ലൊരു കലാകാരിയാണ്. അപ്പം ഞാനും മഞ്ജ ടീച്ചറുണ്ട് അപ്പുറമായിപ്പോയി. ഞാനും പ്രേമചേച്ചിയൊക്കെ അടുത്താണ് ഇരുന്നത്. പിന്നെ എന്താ പറയുക, നമുക്ക് അവരുടെ ഇത് ഡാൻസ് പെർഫോമൻസ് പറയാൻ കഴിയില്ല കേട്ടോ. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു പെൺകുട്ടികളുടെ. അവർ നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ. വളരെ ഇഷ്ടമായി, വളരെയധികം ഇഷ്ടമായി. അത് പ്രസംഗം ഞാൻ ഇതിലേക്ക് കുറച്ച് ഭാഗം കൊടുക്കുന്നുണ്ട്. സ്ത്രീകളെ ശക്തരാക്കുക, മുന്നോട്ട് സ്ത്രീകളുടെ ജീവിതം വളരെയധികം എന്താ പറയുക, ഒന്നും കൂടെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് മാഡം ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മാഡം നമ്മളെ എല്ലാവരെയും കൺവേ ചെയ്യാൻ മാഡത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്താണോ നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ. കൊച്ചിയിൽ CPIMന്റെ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഈ സെമിനാറിൽ പങ്കെടുക്കാൻ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ നിരവധി സെമിനാറുകളൊക്കെ നടത്തുന്നത്. ഇത് എൻ്റെ അമ്മ വീടാണ്. എൻ്റെ അമ്മ വീട്ടിൽ എൻ്റെ മാമൻ്റെ മോനും എൻ്റെ ചിറ്റയുടെ മോനും ഒരേ ദിവസമാണ് ഡേറ്റ് ഓഫ് ബർത്ത്. ഓരോരോ കൊല്ലങ്ങളിൽ ഒരാൾ 2002 ജനുവരി 13, മറ്റേ ആൾ 2003 ജനുവരി 13. അപ്പോൾ രണ്ടുപേരുടെയും ബർത്ത് ഡേറ്റ് ഒരു ദിവസമാണ് വരുന്നത്. അപ്പോൾ രണ്ടും കണ്ണന്മാരാണ്, വലിയ കണ്ണൻ കുഞ്ഞിക്കണ്ണൻ. എൻ്റെ വലിയ കണ്ണൻ്റെ അമ്മ, അതായത് എൻ്റെ അമ്മയുടെ കൊച്ചച്ഛൻ്റെ മകളും മരിച്ചു പോയിട്ട് ചിറ്റ 2022 മരിച്ചു. ചിറ്റയ്ക്ക് ഒരു ചെറിയ തലയിലൊരു മുഴയുണ്ടായിരുന്നു, അറിഞ്ഞില്ല. അതിൻ്റെ മോളാണ് കേട്ടോ അവിടെ അടുത്ത് നിൽക്കുന്നത്, ചിറ്റയുടെ മൂത്ത മോള്. ഇളയ ആളാണ് കണ്ണൻ, വലിയ കണ്ണൻ. പിന്നെ നീല ഷർട്ട് ഇട്ടേക്കണത് എൻ്റെ മാമൻ്റെ മോൻ, എൻ്റെ അമ്മയുടെ നേരെയുള്ള ബ്രദർ. മാമൻ കോടതിയിൽ അമീനാണ്. ഈ 2023 റിട്ടയർഡായി. അപ്പോൾ കണ്ണന്മാരുടെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിച്ചതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അടുത്തുള്ള ജംഗ്ഷനാണ്, കൊല്ലമ്പടി എന്ന് പറയുന്നത്. എൻ്റെ അമ്മ ഇവിടെ താമസിക്കുന്നത്. ഈ ജംഗ്ഷനിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ്, കുറച്ച് എന്ത് തരം ലൈറ്റാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ ഇവിടുത്തെ ചെയർപേഴ്സൺ, മുനിസിപ്പൽ ചെയർപേഴ്സണായ എന്താ പറയുക, അവരുടെ പേര് രമ സന്തോഷ്, ആ ചേച്ചിയാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ കുറച്ച് കൗൺസിലേഴ്സും അവിടെ വന്നിരുന്നു. അപ്പോൾ അന്ന് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ഇതുപോലെ അവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് വന്നതായിരുന്നു. നമ്മുടെ ജില്ലാ സമ്മേളനം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ച് പോരുമ്പോഴായിരുന്നു ഈ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. നമ്മുടെ അബിയുടെ വലിച്ചൻ്റെ മോനായ നമ്മുടെ DYFIയിലൊക്കെ ഒരു ഇതുണ്ട്, സ്ഥാനമുണ്ട് ആ ചേട്ടന്. എനിക്കറിയില്ല അത് ഏത് പോസ്റ്റാന്ന്. ചേട്ടൻ പറഞ്ഞു നിൽക്ക്, ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ ലൈറ്റിൻ്റെ ഉദ്ഘാടനം, ആ ലൈറ്റ് അവിടെ ഇടുവാണ്. ആ ഭാഗത്ത് ഭയങ്കര ഇരുട്ടായതുകൊണ്ട് അവിടെ ഈ ലൈറ്റ് നമ്മുടെ മുനിസിപ്പാലിറ്റി ആ ലൈറ്റ് ഒന്ന് തരുവാണ്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് രമ ചേച്ചി വന്നിട്ടുണ്ട്. പിന്നെ കുറേ കൗൺസിലേഴ്സൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് ഉദ്ഘാടനം ചെയ്യുവാണ്. പിന്നീട് അപ്പം ഞാനും കൂടെ അത് വെയിറ്റ് ചെയ്തു. ചേട്ടൻ പറഞ്ഞു അബിയുടെ അവിടെ നിൽക്കുന്നതാണ് കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വലിച്ചൻ്റെ മോൻ. ചേട്ടായി പറഞ്ഞുകൊണ്ടാണ് ഞാനവിടെ നിന്ന്, അല്ലെങ്കിൽ നിൽക്കും, അതല്ല എന്നാലും. മേഡം സംസാരിക്കുകയാണ്. വർക്ക് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച കരാറുകാരൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എത്തിച്ചേർന്നിട്ടുള്ള അതുപോലെ തന്നെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും വാർഡിലേക്ക് ഒരു മിനിമാസ് ലൈറ്റ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെട്ടെന്നൊരു അപേക്ഷ കൊടുക്കാൻ നടക്കുന്ന കാര്യമില്ല. ഇതെല്ലാം സാങ്കേതികത്വം മനസ്സിലാക്കി അവിടെ ഏറ്റവും
അത്യാവശ്യം എന്നുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഒരു മിനി മാസ് ലൈറ്റ് നമുക്ക് അനുവദിച്ച് തരുള്ളൂ. അതിന് പുറകെ കൗൺസിലറായിട്ടുള്ള ഷിബു മറ്റു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പറയാം. എന്തായാലും എൻ്റെ വാർഡിൽ രണ്ടെണ്ണം അനുവദിച്ച് ഒരു അപ്പം അപ്പുറത്തുനിന്ന് എടുക്കണ്ടേ? ചിരിച്ച് എവിടെ പോവാ പൊന്നാ? എവിടെ പോവാ നമ്മളെവിടെ പോവാ? പൊന്നൂസ് ഞാൻ എടുക്കാം പിള്ളേനെ ഞാൻ എടുക്കാം കേട്ടോ. ഉച്ച ഞാൻ എടുക്കാം. ഇത് ഞങ്ങൾ എവിടെയാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ വല്യച്ഛൻ്റെ മോളുടെ കല്യാണ നിശ്ചയമാണ്, എൻഗേജ്മെൻറ്റാണ്. അവിടെ വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണത്. എൻ്റെ കുഞ്ഞ് പോലെ തന്നെ എൻ്റെ ഇവാൻ കുഞ്ഞ്. അനിയത്തി അന്ന് അവർക്ക് ഹിൽ പാലസിൽ നിന്ന് ടൂർ പോവാണ്, 1 ഡേ ട്രിപ്പ് വാഗമൺ. അപ്പോൾ അനിയത്തിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ കൊച്ചിനെ ഞങ്ങൾ കൊണ്ടുവന്നു. എൻ്റെ മോളും എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീട്ടിൽ അവിടുത്തെ ഒരു എൻഗേജ്മെൻറ്റിന് എൻ്റെ മോളും പോയി, ഹസ്ബൻഡും വന്നില്ല. അപ്പം ഞാനും അമ്മയും കൊച്ചും മാത്രമേ വന്നുള്ളൂ. അപ്പോൾ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ സൗണ്ട് ഇങ്ങനെ ആക്കിയേക്കുന്നത്. പിന്നെ അവിടെ പാട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. എറണാകുളം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന നാടക മത്സരത്തിൽ ഞങ്ങൾക്ക് വനിതാ സാഹിതി തൃപ്പൂണിത്തുറയ്ക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ പുരസ്കാരം വാങ്ങിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും, ടീമംഗങ്ങളെല്ലാവരും ഉണ്ടായില്ല, കുറച്ച് പേര്, പിന്നെ വനിതാ സാഹിതി മെമ്പേഴ്സ് എല്ലാവരും കൂടെ എറണാകുളം ടൗൺ ഹാളിൽ ചെന്നിരുന്നു. അപ്പം എന്നെയും വിളിച്ചു, ഞാൻ പോയിരുന്നു. ആ ഒരു പുരസ്കാരം ലഭിക്കുവാനായിട്ട് നമ്മളും കൂടെ അതിൻ്റെ കൂടെ ചെന്നിരുന്നു. ഇപ്പോൾ വലിയൊരു സ്റ്റേജും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പല പല മേഖലയിൽ നടന്ന കലാ മത്സരങ്ങൾക്ക് സമ്മാനം നൽകിയതായിരുന്നു അത്. നാടകത്തിന് നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പൊന്നരിവാൾ അമ്പിളിയിലെ കണ്ണെറിയും നേരം എന്നുള്ള പാട്ട് എൻ്റെ ഒരു ചെറിയൊരു നാടക ആവിഷ്കാരം ചെയ്തതാണ് ആ കണ്ടത്. വളരെ പ്രശസ്തമായൊരു നടിയായിരുന്നു, വളരെ ഈ തുടക്കം തൊട്ടേ ഉള്ളൊരു നാടക നടിയായിരുന്നു ആ ചേച്ചി സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പോൾ കൂടെയുള്ളത് ഇതുപോലൊരു നാടക നടനാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയാണ് ആ ഒരു പാട്ട് അവതരിപ്പിച്ചത് നമ്മുടെ വേദിയിൽ നമുക്ക് വേണ്ടിയിട്ട്. വളരെ നന്നായിരുന്നു കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ അവർ അതിൻ്റെ ഒരു പാട്ടും വെച്ചു, കുറച്ച് ഡയലോഗ്സൊക്കെ ആയിട്ട് കുറച്ച് നാടകവും കാര്യങ്ങളും ഒക്കെ, കുറച്ച് നാടക ഡയലോഗ്സ് എല്ലാം റെക്കോർഡിങ്ങിലായിരുന്നെങ്കിൽ അതൊക്കെ വളരെ നന്നായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ലാൽ സലാം വിളിച്ച് പോകുന്നതായിരുന്നു കണ്ടത്. ഞാൻ ഈ പാർട്ടിയുടെ കാര്യങ്ങൾ ഈ യൂട്യൂബിലിടുമ്പോൾ ആരും ഒരു പാർട്ടിയുടെ ചാനലായിട്ടൊന്നും കാണുകയേ വേണ്ട. പല പാർട്ടിക്കാർ ചിലപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടാവാം. എനിക്ക് ഒരു പാർട്ടിയോടും വിരോധമില്ല. നമ്മൾ അനുഭാവിയായിരിക്കുന്ന പാർട്ടിയിൽ നമ്മൾ നിൽക്കും. ഒരു പാർട്ടിയോടും വിരോധമില്ല എന്നല്ല, ഒരു പാർട്ടിയെ ഞാൻ ഇവിടെ കരുതിച്ച് കാണിക്കാനോ കളിയാക്കാനോ ഞാൻ നിൽക്കാറില്ല. നമ്മുടെ പാർട്ടിയിൽ നമ്മൾ നടന്നു പോകുന്നു എന്നല്ലാതെ ന്യായങ്ങളും ചൂണ്ടിക്കാണിക്കും, നമ്മുടെ ഭാഗത്തുള്ളതായാലും എന്തായാലും. അപ്പോൾ ഞാൻ ഇപ്പം ഈ ഇടയായിട്ടാണ് പാർട്ടിയിലേക്ക് പോകുന്നത്. പാർട്ടിയുടെ ചാനലായിട്ട് വളർത്തിയെടുക്കാനും എനിക്ക് താല്പര്യമില്ല. പക്ഷേ നമ്മൾ പോയ വേദികളൊന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഒരു പാർട്ടിയുടെ കാര്യങ്ങൾ മൊത്തം ഇതിൽ കൊണ്ടുവരാനൊന്നും താല്പര്യം ഉണ്ടായിട്ടല്ല. ഞാനിപ്പോൾ എന്തിനെങ്കിലും ചേർന്നു പോയി, അത് പാർട്ടിയുടെ ബേസിലുള്ള കാര്യമാണെങ്കിൽ അതൊന്നും ഇട്ടതാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വളണ്ടിയർ മാർച്ചിന് പോയായിരുന്നു. അപ്പോൾ മാർച്ചിൻ്റെ വീഡിയോ ആണിത്. മാർച്ചിന് പോകാൻ വേണ്ടിയിട്ട്
എല്ലാവരും റെഡിയായി നിൽക്കുന്ന വീഡിയോ ആണ്. അത് നമ്മുടെ എന്താ പറയുക, ഗാന്ധി പ്രതിമ തൊട്ട് നമ്മുടെ മറൈൻ ഡ്രൈവ് വരെ നടന്നു കേട്ടോ. എല്ലാവരും കൂടെ മാർച്ച് ചെയ്ത് പോയി. അപ്പോൾ ഒരു വളണ്ടിയർ ആയിട്ട് പോകാനൊക്കെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നടക്കുകയും മാർച്ച് ചെയ്ത് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നടപ്പാണ്, തിരിച്ചുള്ള നടപ്പാണ് ഈ കാണുന്നത്. കുറേയേറെ നടന്നു. നമ്മൾ പോയ വഴിയെല്ലാം തിരിച്ച് നമ്മൾ നടന്നു. നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ നമ്മളെത്തി. എവിടെ നിന്നാണ് പുറപ്പെട്ടത് അവിടെ നിന്ന്. അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ മാർച്ച് ചെയ്ത ആൾക്കാർ നടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മളങ്ങോട്ട് പോകുമ്പോൾ തന്നെ, നമ്മൾ തിരിച്ചു വരുമ്പോൾ തന്നെ ആൾക്കാർ തീർന്നിട്ടില്ല. അപ്പം അതുപോലെ തന്നെ ശ്രീ മുഖ്യമന്ത്രി പിണറായി സാറിനെ കാണാനും പറ്റി, തൊട്ടടുത്ത് കാണാൻ പറ്റി. അപ്പോൾ സാറ് സ്റ്റേജിലേക്കൊക്കെ കയറുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോഴും മാർച്ച് കഴിഞ്ഞിട്ടുണ്ടായില്ല. എറണാകുളം ജില്ലയിലെ പല മേഖലയിലുള്ള ആൾക്കാരാണ്, പല പല സ്ഥലത്തുള്ള ആൾക്കാരാണ് ഈ മാർച്ച് ചെയ്തും ഇതൊക്കെ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം തീരാൻ നോക്കിയിട്ട് കണ്ണെത്താവുന്നിടത്തോളം ആൾക്കാർ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്കെതിരെ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് മാർച്ച് ചെയ്ത് അവിടെ എത്തിയവർ തിരിച്ചു പോരുന്നാണ് കണ്ടത്. ഞങ്ങൾ ചെന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ മാർച്ച് ചെയ്ത ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. വലിയ മാർച്ചായിരുന്നു. 3000-ലേറെ എന്നാണ് പറഞ്ഞു കേട്ടത് ആൾക്കാരോട് കൂടിയ മാർച്ചായിരുന്നു. 3000 ഒന്നും പോരെന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്കത്രേ പറയാനുള്ളൂ. കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു. നമുക്ക് എന്തോരം എടുത്തിട്ടും തീരുന്നില്ല. ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുക മാർച്ചിന്. നമ്മൾ ഈ സൈഡിൽ കൂടെ തിരിച്ചു പോരുമ്പോൾ നമ്മൾ ആ ഗ്രൗണ്ടിലെത്തി. അവിടെ നമ്മൾ മാർച്ചൊക്കെ ചെയ്ത് ആ ഗ്രൗണ്ടിലെത്തി. പിണറായി സഖാവിനെ കാണാൻ പറ്റി. കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ പിന്നെ അവിടെ വെയിറ്റ് ചെയ്തില്ല. നമ്മൾ തിരിച്ചു പോരാനെല്ലാം നമ്മുടെ ടീം അംഗങ്ങളെല്ലാവരും തിരിച്ചു പോരുമ്പോൾ നമ്മൾ കാണുന്നത് കാഴ്ചയാണ്. അവിടം തൊട്ടേ ഈ അറ്റം വരെ പിന്നെയും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കാണാൻ നല്ല രസമാണ്. ഈ ചുമപ്പും കാക്കിയും നല്ല രസമുള്ളൊരു യൂണിഫോമും വരവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമായിരുന്നു. ചുവപ്പൻ അഭിവാദ്യങ്ങൾ എന്നുള്ളതാണ് ഇത് കണ്ടിട്ട് കാണാൻ കഴിയുന്നത്. നല്ല രസമായിരുന്നു. പിന്നെ കാലിനൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് നടന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും എനിക്ക് നടക്കുന്നതായിരുന്നു ഇഷ്ടം. കുറച്ച് നേരം നിൽക്കേണ്ടിയൊക്കെ വരാറുണ്ട്. ഒരു ഗ്യാപ്പ് വന്നിട്ട് നിൽക്കും, പിന്നെയും നടക്കും, പിന്നെയും നിൽക്കും. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സാരി ഉടുത്തവരുടെ ഒരു നിരയായി. അത് തന്നെ ഉണ്ടല്ലോ, തീരുന്നുണ്ടായില്ല. അവരെ മൊത്തം കവർ ചെയ്യാനായിട്ട് 3-3.5 മിനിറ്റ് മൊത്തം അവരെ കവർ ചെയ്ത് പിടിക്കേണ്ടി വന്നു. അത്രയും നമ്മൾ നടന്ന് 3.5 മിനിറ്റിൽ കൂടുതൽ പിടിച്ചിട്ടാണ് ഈ വെള്ളസാരി തീർന്നത്. അത്രയും ആൾക്കാരുണ്ട് വെള്ളസാരി. ഞാനത് ഓടിച്ചെടുക്കും. എന്തോരമായിരുന്നെന്നറിയാവോ. നമ്മുടെ തിരുവാങ്കുളം മേഖലയിലുള്ള ആൾക്കാർ, തൃപ്പൂണിത്തുറ, അങ്ങനെ പല മൂവാറ്റുപുഴ, കിഴക്കോട്ടും പടിഞ്ഞാട്ടും എല്ലാ മേഖലയിലുള്ള ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ തീരുന്നുണ്ടായില്ല. വെള്ളസാരി എണ്ണി ഇത്രയും ദൂരം ഉണ്ടായിരുന്നു. വെള്ളസാരി ഉണ്ടായിരുന്നു കുറേ എന്ന് പറഞ്ഞതാണ്. ഓക്കെ, ലാസ്റ്റ്